സമഗ്രമായ റിപ്പോർട്ടുകളുമായി ഉച്ചവാർത്ത തുടങ്ങുന്നു. ഞാൻ വേണു ബാലകൃഷ്ണൻ. ഞാൻ സ്മിത ഹരിദാസ്. ഗ്രൂപ്പ് നേതാക്കൾ ഡൽഹിയിലേക്ക്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകാൻ AI ഗ്രൂപ്പുകൾ ഡൽഹിക്ക്. ഇന്നലെ കെ സുധാകരൻ നടത്തിയ സമവായ ചർച്ച പരാജയപ്പെട്ടതിനു പിന്നാലെയാണ് നേതാക്കളുടെ നീക്കം. ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പട്ടിക വി.ഡി. സതീശൻ വെട്ടി നിരത്തിയെന്നാണ് പരാതി. ഗ്രൂപ്പ് നേതാക്കൾ ആത്മപരിശോധന നടത്തണമെന്നും ജനാധിപത്യപരമായാണ് പുനഃസംഘടന നടത്തിയതെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. നീതിപൂർവമാണ് ചെയ്തിരിക്കുന്നത്. അത് എല്ലാവരും പാർട്ടി പ്രവർത്തകരെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. എല്ലാവരും അവരൊരു ആത്മപരിശോധന നടത്തട്ടെ. അവരങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് അവർ പരിശോധിക്കട്ടെ. ഞാൻ ആരുമായിട്ടും വഴക്കിടാനില്ല, ഒരാളുടെ തർക്കത്തിന് ഞാനില്ല, ഒരാൾക്കും മറുപടി പറയാൻ ഞാനില്ല. നമ്മൾ ചെയ്ത കാര്യം ഇതാണ്. പ്രസിഡന്റ് അതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പറഞ്ഞതല്ല. ഒരാളായിട്ടും വഴക്കിടലല്ല നമ്മുടെ ദൗത്യം. എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകലാണ്. അത് പറ്റും എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിലാണ് പ്രവർത്തകർ പൂർണ്ണമായി സഹകരിക്കേണ്ടത്. സംസ്ഥാന കോൺഗ്രസിൽ നിലവിലുള്ളത് കേരളത്തിൽ തന്നെ തീർക്കാവുന്ന തർക്കമെന്ന് കെ മുരളീധരൻ MP പറഞ്ഞു. എല്ലാ കാര്യത്തിനും ഹൈക്കമാൻഡിനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പുനഃസംഘടന വൈകിപ്പിക്കാൻ കഴിയില്ലെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. ഫ്രാക്ഷൻ യോഗം ചേരുന്നത് ശരിയോ തെറ്റോ ഞാൻ പറയുന്നില്ല. കാരണം ഇന്നലെ ഇവരൊക്കെ സീനിയർ നേതാക്കന്മാരാണ്. അതുകൊണ്ട് അവരെ ഉപദേശിക്കുകയാണെന്ന് ഞാൻ ആളല്ല. ഏതായാലും വെച്ച ഒരു ബ്ലോക്ക് പ്രസിഡന്റിന് മാറ്റാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇനി മണ്ഡലം തലത്തിലേക്ക് വെക്കുമ്പോൾ കൂടുതൽ ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കും. പക്ഷേ മണ്ഡലം പ്രസിഡന്റുമാരെ വെക്കുന്ന ഇനി നീട്ടി വയ്ക്കാൻ സാധ്യമല്ല. കാരണം പാർലമെൻറ്റ് ഇലക്ഷനാണ് വരുന്നത്. ഈ അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മണ്ഡലം പുനഃസംഘടന ഇമ്മീഡിയറ്റ് ആയിട്ട് പൂർത്തിയാക്കണം എന്നാണ് KPCCയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേസമയം ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ നിയമനം പാർട്ടി ഭരണഘടനയ്ക്കെതിരാണെന്ന് കാണിച്ച് മാടായി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി തളിപ്പറമ്പ് മുൻസിഫ് കോടതിയിൽ ഹർജി നൽകി. ആദിൽ പാലോട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ആദിൽ, വി.ഡി. സതീശൻ പ്രതിരോധത്തിലാകുന്ന രൂപത്തിലാണ് പ്രതികരണം നടത്തിയത്. വി.ഡി. സതീശന്റെ പ്രതികരണത്തിന് ശേഷവും ഗ്രൂപ്പ് നേതാക്കളുടെ നിലപാടിൽ എന്തെങ്കിലും അയവ് വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? സതീശനെതിരെ ഗ്രൂപ്പ് നേതാക്കൾ ഡൽഹിയിലേക്ക് എന്ന തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല എന്നുള്ളതാണ് ഒടുവിലും അറിയാൻ കഴിയുന്നത്. ഖാർഗെ ഡൽഹിയിലില്ല. AICC അധ്യക്ഷൻ ഡൽഹിയിൽ എത്തുന്ന സമയം നോക്കി അദ്ദേഹത്തിൻ്റെ സൗകര്യം കൂടി പരിഗണിച്ച് ഗ്രൂപ്പ് നേതാക്കൾ ഒരുമിച്ച് AI ഗ്രൂപ്പുകൾ പ്രത്യേകമായല്ല ഒരുമിച്ച് തന്നെ ഖാർഗെയെ കണ്ട് പരാതി നൽകും സതീശനെതിരെ എന്നുള്ളതാണ് ഒടുവിലും ലഭിക്കുന്ന വിവരം. ഇതിലേറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം സതീശനെതിരെ ഗ്രൂപ്പ് യോഗം ചേർന്ന് ഒന്നിച്ചു നീക്കാനുള്ള തീരുമാനം വരുമ്പോൾ പുനഃസംഘടന എന്നുള്ളതാണ് മുന്നിൽ വെക്കുന്ന പ്രധാന പ്രശ്നം. അപ്പോഴും സതീശന്റെ മറുപടി വന്നിരിക്കുന്നു. ഗ്രൂപ്പുകൾക്ക് ഒരു പരോക്ഷവും പ്രത്യക്ഷവുമായ വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ മറുപടിയിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻകാലങ്ങളിൽ രണ്ട് വിഭാഗങ്ങൾ ചേർന്ന് 125, 175 എന്ന നിലയിൽ ഈ പട്ടികയിലെ സ്ഥാനമാനങ്ങൾ വീതം വെച്ചെടുക്കുന്നതായിരുന്നു പതിവ്. പക്ഷേ ഇപ്പോൾ അത് ജനാധിപത്യപരമായാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. താൻ ഒരാളെപ്പോലും ഈ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പട്ടികയിലേക്ക് നിർദ്ദേശിച്ചിട്ടില്ല എന്നതുകൂടി പറഞ്ഞ ശേഷം സതീശൻ പറയുന്നത് നേതാക്കൾ, വിമർശനം ഉന്നയിക്കുന്ന നേതാക്കൾ ആത്മപരിശോധന നടത്തണം എന്നുള്ളതാണ്. നേരത്തെ വീതം വെയ്പ് നടത്തിയിരുന്ന ഗ്രൂപ്പ് നേതാക്കൾ ഇപ്പോൾ വിമർശനവുമായി എത്തുന്നത് ഒരിക്കലും സാധൂകരിക്കാനാകില്ല എന്ന തരത്തിൽ, എന്ന വ്യാഖ്യാനത്തിൽ തന്നെ അതിനെ നമുക്ക് എടുക്കാനും കഴിയും. ഏതായാലും സതീശൻ കൃത്യമായ മറുപടി ഗ്രൂപ്പുകൾക്ക് നൽകിയിരിക്കുന്നു ഈ ആരോപണം സംബന്ധിച്ച് എന്നുള്ളതാണ് ഒരു വശത്ത്. രണ്ട്, കെ മുരളീധരന്റെ ഒരു പ്രധാനപ്പെട്ട പ്രതികരണം കൂടി വന്നിരിക്കുന്നു. ഹൈക്കമാൻഡിനെ എപ്പോഴും പോയി ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിനെ കണ്ട് വിഷയം അറിയിക്കുമെന്ന തീരുമാനം പറഞ്ഞിരുന്നു. അതിനോട് വിയോജിക്കുകയാണ് കെ മുരളീധരൻ. പക്ഷേ ഈ പ്രശ്നങ്ങൾ അതിവേഗം പരിഹരിക്കണം എന്ന നിർദ്ദേശം കൂടി കെ മുരളീധരൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോഴും ഡൽഹിയിലേക്ക് പോകും എന്ന തീരുമാനത്തിൽ നിന്ന് നേതാക്കൾക്ക് മാറ്റമില്ല. ഇതിനിടെയാണ് ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ നിയമനം ചോദ്യം ചെയ്തുകൊണ്ട് മാടായി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി AV സനിൽകുമാർ തളിപ്പറമ്പ് മുൻസിഫ് കോടതിയിൽ ഒരു ഹർജി നൽകുന്നത്. പാർട്ടി ഭരണഘടനയ്ക്ക് എതിരാണ് ഈ നിയമനങ്ങൾ എന്ന് കാട്ടിയാണ് ഈ പരാതി ഇപ്പോൾ കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ പ്രശ്നം കൂടുതൽ കുഴഞ്ഞു മറിയുന്നു എന്നത് മാത്രമാണ് ഒടുവിലും ലഭ്യമാകുന്ന വിവരം. സതീശന്റെ മറുപടി പ്രത്യക്ഷമായി തന്നെ ഗ്രൂപ്പുകൾക്കെതിരെ ഒരു വിമർശനമായി വന്നിരിക്കുന്നു. വേണു, ശരി, ഗ്രൂപ്പ് നേതാക്കൾ ആത്മപരിശോധന നടത്തണം എന്നാണ് വി.ഡി. സതീശന്റെ പ്രതികരണം.
ആദിൽ പാലോടാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. കെ വിദ്യയെ കണ്ടെത്താനാകാതെ പോലീസ്. അധ്യാപക നിയമനത്തിന് വ്യാജരേഖ ചമച്ച കെ വിദ്യയുടെ കാസർഗോഡ് തൃക്കരിപ്പൂരിലെ വീട്ടിൽ അഗളിയിൽ നിന്നുള്ള അന്വേഷണ സംഘം എത്തി. അഗളി CI സലീമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. രാവിലെ മുതൽ വിദ്യയുടെ വീട് അടച്ചിട്ട നിലയിലാണ്. വിദ്യയുടെ വീട്ടിലെത്തിയ നീലേശ്വരം പോലീസ് പ്രാഥമിക പരിശോധന നടത്തി മടങ്ങി. വിദ്യ അട്ടപ്പാടി RGM ഗവൺമെന്റ് കോളേജിൽ ഹാജരാക്കിയ വ്യാജരേഖകൾ കണ്ടെത്താനാണ് അഗളിയിൽ നിന്നുള്ള അന്വേഷണ സംഘം കാസർഗോഡെത്തി പരിശോധന നടത്തുന്നത്. അരുൺ പൂപ്പറമ്പ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, നീലേശ്വരം പോലീസും കേസെടുത്തിട്ടുണ്ട്. അവരോട് ചോദിച്ചാൽ ഈ അഗളി പോലീസിന് അറിയാവുന്നതേ ഉള്ളൂ ഈ വീട്ടുകാരും വിദ്യയുമൊക്കെ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. എന്നിട്ടും അഗളി പോലീസ് അവിടെ എത്തുന്നു, കണ്ടെത്താനാകാതെ മടങ്ങുന്നു. അപ്പോൾ ഈ അന്വേഷണം പ്രഹസനമാണ് എന്ന വിമർശനത്തിന് ആക്കം കൂട്ടുന്നതാണോ ഇത്തരം നടപടികളൊക്കെ? വേണു, ഇതിൽ പോലീസ് ഇപ്പോഴും പറയുന്നത് ഇതൊരു അന്വേഷണ നടപടിക്രമത്തിന്റെ ഭാഗമാണ്. അതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിശോധനകൾ നടത്തുന്നതെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അല്പസമയം മുമ്പാണ് അഗളിയിൽ നിന്നുള്ള അന്വേഷണ സംഘം, അഗളി CI സലീമിന്റെ നേതൃത്വത്തിലുള്ള ആ സംഘം ഈ തൃക്കരിപ്പൂരിലെ വിദ്യയുടെ വീട്ടിലെത്തിയത്. നേരത്തെ നീലേശ്വരം പോലീസ് സംഘം ഇവിടെ എത്തിയിരുന്നു. അവിടെ പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. ഈ വീട്ടിൽ രാവിലെ മുതൽ ആരും തന്നെയില്ല. വിദ്യയുടെ കുടുംബാംഗങ്ങൾ ഇവിടെയില്ല. ഇന്നലെ വരെ വിദ്യയുടെ അച്ഛനും അമ്മയും ഈ വീട്ടിനകത്തുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതലാണ് അവരിവിടെ ഇല്ല എന്ന വിവരം ലഭിച്ചത്. ഇപ്പോൾ അല്പസമയം മുമ്പ് അഗളി CIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തുകയും അവിടെ ആ വീട്ടിൽ, അതായത് വിദ്യയുടെ വീട്ടിൽ ആരുമില്ലാത്തതിനാൽ സമീപത്തുള്ള വിദ്യയുടെ ബന്ധു വീട്ടിൽ ഉൾപ്പെടെ എത്തി ആ കാര്യങ്ങൾ ചോദിച്ച് അറിയുകയാണ് ചെയ്തത്. ഇതിൽ തെളിവ് ശേഖരണം എന്നതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അതായത് ഇതിൻ്റെ ഒറിജിനൽ രേഖ, അതായത് ഹാജരാക്കിയ ഒറിജിനൽ രേഖ ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇവിടുത്തെ കോളേജിൽ ഉൾപ്പെടെ പരിശോധന നടത്തുമെന്ന് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നെങ്കിലും അതുണ്ടാവില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അഗളി CIയുടെ പ്രതികരണത്തിലേക്ക് പോകാം. എന്താ പറയണ്ടേ? ഇത് വീട് സെർച്ച് ചെയ്യാനുള്ള വാറണ്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സെർച്ച് നടത്താനാണ്. നമ്മൾ പറഞ്ഞ ഫോർജ് ഡോക്യുമെൻറ്റോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു ഇതേ ഉള്ളൂ. അത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അല്ല, അപ്പോൾ അത് പറഞ്ഞേ സെർച്ച് വാറണ്ടുണ്ട് കോടതിയുടെ, വീട് സെർച്ച് ചെയ്യേ. അപ്പോൾ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് പോകാൻ പറ്റും. പക്ഷെ അവരിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് തുറന്നു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വരുമായിരിക്കും. അതുവരെ സാർ വെയിറ്റ് ചെയ്യാം. ഞാൻ വെയിറ്റ് ചെയ്യാം. അറിയില്ല, ഞങ്ങൾ ഇന്നലെയാണ് കേസ് എടുത്തത്. അഗളി പോലീസ് സ്റ്റേഷനിൽ ഇന്നലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അഗളി പോലീസ് സംഘം കെ വിദ്യയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. സെർച്ച് വാറണ്ട് ഉണ്ട് എന്നാണ് CI പറയുന്നത്. അതിൽ നിന്ന് സന്ദേശം വ്യക്തമാണ്. വീട്ടുകാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും പോലീസിന് അകത്ത് കയറി പരിശോധിക്കാനുള്ള നിയമപരമായ അനുമതിയുണ്ട്. എന്നാൽ അത്തരമൊരു സാഹചര്യമില്ല. വീട്ടുകാർ സഹകരിക്കും, ഉടൻ അവർ അവിടെ എത്തും എന്ന് പറയുന്നു. അതുവരെ കാത്തു നിൽക്കാമെന്നാണ് CI പറഞ്ഞിരിക്കുന്നത്. അതേസമയം വിദ്യയെ കണ്ടെത്താനായിട്ടില്ലല്ലോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും പറയുന്നത് തൊടുന്യായങ്ങളാണ്. ഇന്നലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. വ്യാജരേഖ കേസിലെ പ്രതി കെ വിദ്യയുടെ PhD പ്രവേശനത്തിൽ മുൻ VCയുടെ വാദം പൊളിയുന്നു. വിധിക്ക് പ്രവേശനം നൽകിയത് സർവകലാശാലാ ചട്ടം പാലിച്ചല്ലെന്ന മുൻ VCയുടെ ഓഡിയോ സന്ദേശം പുറത്ത്. കോടതി നിർദ്ദേശപ്രകാരമാണ് പ്രവേശനം നൽകിയത് എന്നാണ് ഓഡിയോയിൽ ഡോക്ടർ ധർമ്മരാജ് അടാട്ട് പറയുന്നത്. അതേസമയം MPhil പ്രവേശനത്തിലും വിദ്യ ക്രമക്കേട് നടത്തിയതായി KSU ആരോപിച്ചു. വിദ്യയുടെ PhD പ്രവേശനത്തിൽ ഇടപെട്ടെന്ന ആരോപണം മന്ത്രി P രാജീവ് നിഷേധിച്ചു. വ്യാജരേഖ വിവാദവുമായി ബന്ധപ്പെട്ട കെ വിദ്യയുടെ ഗൈഡായി തുടരാൻ കഴിയില്ലെന്നും ചുമതലയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് ഡോക്ടർ ബിച്ചു എക്സ്മലയിൽ കാലടി VCക്ക് കത്ത് നൽകിയിരുന്നു. വിവാദങ്ങളിൽ അന്വേഷണം നടത്തണമെന്നും ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കത്തിന്റെയും PhD പ്രവേശനത്തിൽ ക്രമക്കേടുണ്ടെന്ന പരാതികളുടെയും അടിസ്ഥാനത്തിലാണ് സർവകലാശാല അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പരാതികൾ സമഗ്രമായി പരിശോധിച്ച് നടപടി ശുപാർശ ചെയ്യുന്നതിനായി സിൻഡിക്കേറ്റിന്റെ ലീഗൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. വിദ്യയുടെ PhD പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അനാവശ്യമാണെന്നും രാഷ്ട്രീയ താൽപര്യത്തിന്റെയോ സമ്മർദ്ദത്തിന്റെയോ പേരിലല്ല വിദ്യയ്ക്ക് പ്രവേശനം നൽകിയതെന്നും കാലടി സർവകലാശാല മലയാള വിഭാഗം മുൻ മേധാവിയും റിസർച്ച് കമ്മിറ്റി അംഗവുമായിരുന്ന ഡോക്ടർ VA വത്സൻ വ്യക്തമാക്കി.
ഗവേഷകർക്ക് അനുകൂലമായ ഒരു കാര്യം എന്ന നിലയിൽ മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് വേറെ ഒരു പരിഗണന ഉണ്ടായിരുന്നില്ല. അതായത് ആ കുട്ടി അത്ര മോശം കുട്ടിയല്ല. അപ്പൊ ആദ്യത്തെ 10 പെട്ടില്ലെങ്കിലും പിന്നീടും അതിനെ പെടാവുന്ന ഒരു കുട്ടി തന്നെയാണ്. അല്ലാതെ അതിനു വേണ്ടിയിട്ട് നമ്മൾ സംസ്ഥാനത്ത് SFIക്കാർക്കെതിരെ കേസെടുത്താൽ നടപടിയുണ്ടാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇരട്ട നീതിയാണ് കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കുന്നത്. കാട്ടാക്കട ആൾമാറാട്ടത്തിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. തെറ്റായ പരീക്ഷാഫലം പരിശോധിക്കാതെ കോളേജ് വെബ്സൈറ്റിൽ ഇട്ടതിന് ബന്ധപ്പെട്ടവർ മറുപടി പറയണം. കെ വിദ്യയുടെ PhD പ്രവേശനത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായെന്നും VD സതീശൻ ആരോപിച്ചു. നാടിനെ ഞെട്ടിക്കുന്ന കൃത്രിമ ഫോർജറിയാണ് കാണിച്ചത്. അവർ നടക്കുകയാണ്. അപ്പോൾ ഇരട്ട നീതിയാണ് കേരളത്തിൽ. SFI നേതാക്കന്മാർക്കെതിരായിട്ട് കേസെടുത്താൽ അവരെ അറസ്റ്റ് ചെയ്യില്ല. ഗുരുതരമായ ക്രിമിനൽ കുറ്റം ചെയ്തവരെ അറസ്റ്റ് ചെയ്യില്ല. ഈ വ്യാജ സർട്ടിഫിക്കറ്റ് കോളേജിൽ PGക്ക് പഠിക്കുമ്പോൾ അവിടെ ഗസ്റ്റ് ലെക്ചറായിരുന്നു എന്നുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? എന്ത് നടക്കും ഈ നാട്ടിൽ? അപ്പോൾ അവർ തന്നെ പോലീസ് സ്റ്റേഷൻ, അവർ തന്നെ കോടതി, അവർ തന്നെ തീരുമാനം. ഒരു നിയമപരമായ നടപടികളും എടുക്കുന്നില്ല. പോലീസിന്റെ കൈയും കാലും കെട്ടിയിരിക്കുകയാണ്. വാർത്തയിലേക്ക് വീണ്ടും. പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടികളുമായി സംസ്ഥാനം, പിടികൂടാൻ പാരിതോഷികം. പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച് സർക്കാർ. മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്നും ഈടാക്കുന്ന പിഴത്തുകയുടെ 25% പരമാവധി 2500 രൂപയോ ആണ് നൽകുക. തദ്ദേശ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഉത്തരവ് പുറത്തിറക്കി. മാലിന്യം വലിച്ചെറിയുക, ദ്രവമാലിന്യം ഒഴുക്കുക തുടങ്ങിയവയുടെ ചിത്രമോ വീഡിയോയോ സഹിതം തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് വിവരം നൽകേണ്ടത്. ഇതിനുള്ള പ്രത്യേക വാട്സപ്പ് നമ്പർ, ഇമെയിൽ എന്നിവ അതത് തദ്ദേശ സ്ഥാപനങ്ങൾ ഉടൻ പരസ്യപ്പെടുത്തും. വിവരം നൽകുന്നവരുടെ പേരുകൾ രഹസ്യമായി സൂക്ഷിക്കാനാണ് നിർദ്ദേശം. വിവരം കൈമാറിയാൽ 7 ദിവസത്തിനകം തീർപ്പുണ്ടാക്കണം. മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്ന് പിഴ ഈടാക്കിയാൽ 30 ദിവസത്തിനകം വിവരം നൽകിയ ആളുടെ അക്കൗണ്ടിലേക്ക് ഓൺലൈനായി പാരിതോഷികം ട്രാൻസ്ഫർ ചെയ്യണം. കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വളപ്പിലെ തീപിടുത്തത്തെ തുടർന്ന് സംസ്ഥാനത്ത് നടത്തുന്ന മാലിന്യമുക്ത നവകേരളം പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തീരുമാനം. അതേസമയം മാലിന്യം വലിച്ചെറിയുന്നത് തടയാനുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ എൻഫോഴ്സ്മെന്റ് സംഘങ്ങളിൽ പോലീസുകാരെയും ഉൾപ്പെടുത്തും. വാഹനങ്ങൾ പിടിച്ചെടുക്കാനും കണ്ടുകെട്ടാനും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് അധികാരമുണ്ട്. അറസ്റ്റിനും നിയമ നടപടിക്കും പോലീസും സഹായമൊരുക്കും. 24 തിരുവനന്തപുരം. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ആൾമാറാട്ടത്തിൽ ജില്ലാ നേതാക്കൾക്കും പങ്കുണ്ടെന്ന് SFI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ആരോപണം. സംഘടനയ്ക്ക് നാണക്കേടുണ്ടാക്കിയ മുഴുവൻ പേർക്കെതിരെയും നടപടി വേണമെന്നും പൊതുചർച്ചയിൽ ആവശ്യമുയർന്നു. പ്രായപരിധി കഴിഞ്ഞിട്ടും നിലവിലെ ജില്ലാ സെക്രട്ടറിയെ നിലനിർത്തുകയാണെന്നും പ്രതിനിധികൾ തുറന്നടിച്ചു. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ആൾമാറാട്ടവും ജില്ലാ നേതാക്കൾ മദ്യപിച്ച് യൂണിവേഴ്സിറ്റി കോളേജിൽ നൃത്തം ചെയ്തതുമടക്കം വിവാദ വിഷയങ്ങളിൽ മൗനം പാലിച്ചുള്ള റിപ്പോർട്ടാണ് SFI ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. എന്നാൽ പാപ്പനംകോട് നടക്കുന്ന സമ്മേളനത്തിന്റെ പൊതുചർച്ചയിൽ പ്രതിനിധികൾ വിവാദങ്ങൾ ഉന്നയിച്ച് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചു. ക്രിസ്ത്യൻ കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ആൾമാറാട്ടം നടത്തിയ ഏരിയ സെക്രട്ടറിയായിരുന്ന വിശാഖ് SFIയെ പ്രതിസന്ധിയിലാക്കി. ജില്ലാ നേതാക്കളുടെ അറിവോടെയായിരുന്നു വിശാഖിന്റെ നീക്കങ്ങൾ. ഏരിയ കമ്മിറ്റിക്ക് ഇതേക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. SFIക്ക് നാണക്കേടുണ്ടാക്കിയ മുഴുവൻ പേർക്കെതിരെയും നടപടി വേണമെന്നും പൊതുചർച്ചയിൽ ആവശ്യമുയർന്നു. ജില്ലാ സെക്രട്ടറി SK ആദർശിന് പ്രായക്കൂടുതലുണ്ടെന്നായിരുന്നു മറ്റൊരു ആരോപണം. 26 വയസ്സ് കഴിഞ്ഞിട്ടും ആദർശിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് പൊതുമാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ്. +2 വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള ജില്ലാ സെക്രട്ടറിയെന്നും ചർച്ചയിൽ പരിഹാസമുയർന്നു. തിരുവനന്തപുരത്തു നിന്നുള്ള സംസ്ഥാന സമിതി അംഗം നിരഞ്ജൻ മദ്യപിക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടും നടപടിയെടുത്തില്ലെന്നായിരുന്നു പാറശാല, വിതുര ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള വിമർശനം. അതിനിടെ പുതിയ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് മുൻപ് നേതാക്കൾ SSLC സർട്ടിഫിക്കറ്റുമായി സമ്മേളനത്തിനെത്തണമെന്ന് CPIM നിർദ്ദേശം നൽകി. ഫ്രാക്ഷൻ യോഗത്തിൽ CPIM ജില്ലാ സെക്രട്ടറി V. ജോയിയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രായം മറച്ചുവെച്ച് കമ്മിറ്റികളിലെത്തുന്നവരെ തടയുകയാണ് ലക്ഷ്യം. ജില്ലാ സമ്മേളനത്തിൽ പൊതുചർച്ച ഇന്നും തുടരും. നാളെയാണ് സമാപനം. 24 തിരുവനന്തപുരം. അരിക്കൊമ്പൻ കന്യാകുമാരി വനത്തിൽ. തമിഴ്നാട്ടിലെ മുണ്ടൻതുറൈ കടുവ സങ്കേതത്തിൽ തുറന്നുവിട്ട അരിക്കൊമ്പൻ
കന്യാകുമാരി വന്യജീവി സങ്കേതത്തിലേക്ക് കടന്നു. ഇന്നലെ രാത്രിയാണ് കന്യാകുമാരി വന്യജീവി സങ്കേതത്തിൽ നിന്ന് അരിക്കൊമ്പന്റെ റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചത്. തമിഴ്നാട്, കേരള വനം വകുപ്പുകൾ ആനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അരിക്കൊമ്പന്റെ ആരോഗ്യനില തൃപ്തികരമെന്നും ഡോക്ടർമാരടങ്ങുന്ന സംഘം നിരീക്ഷണം നടത്തുന്നുണ്ടെന്നും തമിഴ്നാട് വനംവകുപ്പ് അറിയിച്ചു. നിലവിലെ സഞ്ചാരപാതയിലാണ് യാത്രയെങ്കിൽ ആന കന്യാകുമാരി ജില്ലയിലെ ജനവാസ മേഖലയിലേക്കോ നെയ്യാർ വനമേഖലയിലേക്കോ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. അരിക്കൊമ്പന്റെ സംരക്ഷണത്തിന് വേണ്ടി പൂജ നടത്തിയ ആനപ്രേമികൾ. പാലക്കാട് വടക്കഞ്ചേരി ഗണപതി ക്ഷേത്രത്തിലാണ് പൂജ നടന്നത്. ആനപ്രേമി സംഘത്തിലെ അംഗമാണ് വഴിപാട് നേർന്നത്. കന്യാകുമാരി വന്യജീവി സങ്കേതത്തിൽ പ്രവേശിച്ച അരിക്കൊമ്പന്റെ ആരോഗ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് അരിക്കൊമ്പൻ പ്രേമികൾ. 2 മയക്കുവെടിയേറ്റ അരിക്കൊമ്പന്റെ ആരോഗ്യസ്ഥിതിയിൽ പലർക്കും ആശങ്കയുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വടക്കഞ്ചേരിയിൽ അരിക്കൊമ്പന് വേണ്ടി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നത്. വടക്കഞ്ചേരി സ്വദേശിനിയായ ഇപ്പോൾ കർണാടകയിൽ താമസിക്കുന്ന ഒരു ഭക്ത നടത്തിയ വഴിപാടാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നത്. ഈ ഭക്ത ഇവിടെയുള്ള താമസിച്ചിരുന്ന ഭക്തയാണ്. ഇപ്പോൾ അവർ കർണാടകയിലാണ് താമസിക്കുന്നതും. അവർക്ക് വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടാണ് നമ്മളിന്നിവിടെ ഇടമല ഹർഷൻ തിരുമേനിയുടെയും ജിതേന്ദ്ര തിരുമേനിയുടെയും ആഭിമുഖ്യത്തിലാണ് ഈ പൂജ ഇവിടെ നടന്നത്. ആദ്യമായിട്ടാണ് ഒരു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആനയ്ക്ക് വേണ്ടിയിട്ട് നടന്നത്. ഇടമല ഹർഷൻ തിരുമേനിയുടെയും ജിതേന്ദ്ര തിരുമേനിയുടെയും ആഭിമുഖ്യത്തിലായിരുന്നു ഹോമം. അരിക്കൊമ്പന്റെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടിയാണ് പ്രാർത്ഥന. ഇവിടെ എല്ലാവർക്കും താമസിക്കാനുള്ള അവകാശമുണ്ടല്ലോ, അത് നമ്മൾ മറന്നു പോകരുത്. നമ്മളാണ് അവരുടെ സ്ഥലം അതിക്രമിച്ചത്. ഒരിക്കലും അവർ നമ്മുടെ സ്ഥലമൊന്നും അതിക്രമിച്ചെടുത്തിട്ടില്ല. അതൊന്നും നമ്മൾ സ്വയം ഒന്ന് കണക്കിലാക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് നല്ല കാര്യമായിട്ട് തോന്നുന്നു. ഇന്നലെ പന്തളം പുത്തൻകാവ് ക്ഷേത്രത്തിൽ അരിക്കൊമ്പന് വേണ്ടി ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തിയത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. 24 പാലക്കാട്. തൃശൂർ വെറ്റിലപ്പാറയിൽ കാട്ടാനയ്ക്ക് മുന്നിൽ യുവാക്കളുടെ പരാക്രമം. മുന്നറിയിപ്പ് ലംഘിച്ച് കാട്ടാനയ്ക്കരികിലെത്തിയ യുവാക്കൾ ആനയെ പ്രകോപിപ്പിച്ചു. അക്രമാസക്തനായ ആനയുടെ മുന്നിൽ നിന്ന് വന്യജീവി ഫോട്ടോഗ്രാഫർ ഹരിപ്രസാദാണ് യുവാക്കളെ രക്ഷിച്ചത്. യുവാക്കൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. സംഭവത്തിൽ അതിരപ്പിള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്കും വാഴച്ചാൽ DFOയ്ക്കും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. കൂട്ടുകമ്പൻ എന്ന കാട്ടാനയെയാണ് യുവാക്കൾ പ്രകോപിപ്പിച്ചത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി കോളേജിലെ വിദ്യാർത്ഥിനി ശ്രദ്ധയുടെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം അധ്യാപകരുടെ മൊഴിയെടുത്തു. സഹപാഠികളുടെയും കുടുംബത്തിന്റെയും മൊഴി 2ാം ഘട്ടത്തിൽ രേഖപ്പെടുത്തും. കോളേജിലെ CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം ഏറ്റെടുത്ത് 2ാം ദിവസമാണ് അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഫുഡ് ടെക്നോളജി വകുപ്പിലെ അധ്യാപകർക്ക് പുറമെ പ്രിൻസിപ്പലിന്റെയും ശ്രദ്ധയെ പഠിപ്പിച്ച മറ്റ് അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്തൽ തുടരുകയാണ്. നാളെ മുതൽ വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്താനും ആരംഭിക്കും. ഫുഡ് ടെക്നോളജി ലാബ്, വകുപ്പ് മേധാവിയുടെ ഓഫീസ്, കോളേജ് ഹോസ്റ്റൽ എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. കേസ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാവുക CCTV ദൃശ്യങ്ങളാണ്. വകുപ്പ് മേധാവി കൈവശം വെച്ചിരുന്ന ശ്രദ്ധയുടെ മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധന പുരോഗമിക്കുകയാണ്. ഹോസ്റ്റൽ മുറിയിൽ നിന്നും ലഭിച്ച കുറിപ്പും തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അതേസമയം കോളേജ് മാനേജ്മെന്റ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച പോലീസ് സുരക്ഷയിലാണ് കോളേജിന്റെ നിലവിലെ പ്രവർത്തനം. തിങ്കളാഴ്ച മുതൽ റെഗുലർ ക്ലാസുകളും ആരംഭിക്കും. ക്ലാസുകളും അഡ്മിഷൻ നടപടിക്രമങ്ങളും തടസ്സപ്പെടുത്തുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോളേജിന്റെ ഹർജി. 24 കോട്ടയം. ദേശീയ തലത്തിൽ നിന്ന് ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇനി NCPക്ക് 2 വർക്കിംഗ് പ്രസിഡന്റുമാർ. സുപ്രിയ സുലേക്കും പ്രഫുൽ പട്ടേലിനുമാണ് ചുമതല. പാർട്ടി അധ്യക്ഷൻ ശരത് പവാർ പ്രഖ്യാപനം നടത്തി. R രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, ഈ വർക്കിംഗ് പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരിക്കൽ കൂടി അജിത് പവാർ തഴയപ്പെടുന്നു. ഇത് പ്രശ്നങ്ങൾ വഷളാക്കുമോ? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ അനുമാനിക്കാൻ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റൂ. ശരത് പവാർ വളരെ തന്ത്രപരമായിട്ടാണ് കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത്. 2 പേരെയാണ് ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയോഗിച്ചുകൊണ്ട് ശരത് പവാർ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അത് മകൾ സുപ്രിയ സുലെയും ഒപ്പം വിശ്വസ്തനായിട്ടുള്ള പ്രഫുൽ പട്ടേലിനെയും ആണ്. അജിത് പവാർ ഗാലറിയിലേക്ക് മാറുന്നു എന്നുള്ളത് ഈ തീരുമാനത്തിന്റെ ഒരു കാഴ്ചയാണ്. ഒപ്പം ശരത് പവാർ നൽകിയിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ഒരു ചുമതലയുടെ ഒരു കണക്കെടുത്ത് നോക്കിയാലും ജാർഖണ്ഡ്, ഗോവ, ഗുജറാത്ത്
തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ചുമതലയാണ് പ്രഫുൽ പട്ടേലിന് നൽകിയിരിക്കുന്നത്. ബാക്കി എല്ലാ ചുമതലകളും ഈ സുപ്രിയ സുലെയിൽ നിക്ഷിപ്തമാകുന്ന ഒരു സാഹചര്യം. അതോടുകൂടി ഈ ഫലത്തിൽ വർക്കിംഗ് പ്രസിഡന്റുമാർ രണ്ടുപേരാണ് എന്ന് പറയാമെങ്കിലും സുപ്രിയ സുലെ പാർട്ടിയിലെ രണ്ടാമത് ശരത് പവാറിന് ശേഷം ആരെന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി അജിത് പവാറിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അജിത് പവാറിന്റെ ഭാഗത്ത് നിന്ന് ഒരു തൃപ്തിയില്ലാത്ത നിലപാടാണ് പല കാര്യങ്ങളിലും NCPയുടെ യോഗങ്ങളിലടക്കം ഉണ്ടായത് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ചില മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനെ കൂടുതൽ ശക്തമാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ നേതൃസമിതി വിളിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളും നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ശരത് പവാർ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി തനിക്ക് കൂടുതൽ പാർട്ടി സംഘടനാ സംവിധാനങ്ങൾ വേണം എന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം വരുത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹം ഒരിക്കൽ ഈ NCP അധ്യക്ഷ പദവിയിൽ നിന്ന് തന്നെ തന്റെ രാജി പ്രഖ്യാപിക്കുകയും പിന്നീടുണ്ടായ സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹം ആ സ്ഥാനത്തേക്ക് തുടരാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നതാണ്. ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞ് കേട്ട പേരാണ് സുപ്രിയ സുലെയുടേത്. അവിടെ ഈ സാഹചര്യത്തിൽ സുപ്രിയ സുലെയും ഒപ്പം പ്രഫുൽ പട്ടേലിനെയും എത്തിക്കുക വഴി വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന് അദ്ദേഹം ചുവട് വെച്ചിരിക്കുകയാണ്. വേണു. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. NCPക്ക് പുതിയ 2 വർക്കിംഗ് പ്രസിഡന്റുമാർ. സുപ്രിയ സുലെയെ ശക്തമാക്കിക്കൊണ്ട് തലമുറ മാറ്റത്തിലേക്ക് കൂടി NCP നീങ്ങുകയാണ്. ഇനി സംസ്ഥാനത്തെ കാലാവസ്ഥയിലേക്കാണ്. കനത്ത മഴ തുടരും. സംസ്ഥാനത്ത് ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് കാലവർഷം പൊതുവെ ദുർബലമാണെങ്കിലും അറബിക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ചുഴലിക്കാറ്റ് ബിപ്പോജോയുടെയും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെയും സ്വാധീനമാണ് നിലവിൽ മഴ ശക്തമാകാൻ കാരണം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുകയാണ്.